ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ടെറഡ് എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ പ്രസന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലവ് റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താകും എന്നതിനെ കുറിച്ചുള്ള എനർജിയാണ്. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒരു കളക്റ്റീവ് റീഡിംഗ് ആയിട്ട് വെക്കുന്നുള്ളൂ. കാരണം ആരാണോ എന്നെ കാണുന്നത് അവർക്ക് വേണ്ടിയുള്ള എനർജി ആയിരിക്കും ഇതിനകത്തുണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ബ്ലോക്കിലാണോ ബ്രേക്കപ്പിലാണോ ആണെങ്കിൽ ചിലപ്പോൾ അത് കാണണ്ട. നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിലാണ് ഉള്ളത്, നിങ്ങളുടെ സ്റ്റേബിൾ ലവ് റിലേഷൻ ആണെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ എന്താണ്, അത് നമുക്ക് പ്രതീക്ഷിക്കാമോ, അത് നമ്മുടെ ഫൈനൽ ആകുമോ എന്ന് നമുക്ക് വിശ്വസിക്കാമോ എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ എനർജി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കിട്ടുന്ന കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് സോൾഡ്സ് എനർജിയാണ്. അതായത് ലവ് ലൈഫിൽ നിങ്ങൾക്കും ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ടാവാം, നിങ്ങളുടെ പേഴ്സണും ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ വളരെ വേദനിച്ചതിന് ശേഷമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. നിങ്ങൾക്ക് വളരെയധികം ഡൗട്ട് ഉണ്ടായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, ഇത് മുന്നോട്ട് പോകുമോ ഇല്ലയോ, ഇത് ഇനിയും എന്നെ വേദനിപ്പിക്കുമോ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇത് കാണാൻ വന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപുള്ള റിലേഷൻഷിപ്പിനെ പോലെ ഡിസ്ലോയൽ ആയിരിക്കുമോ, എന്നെ വേദനിപ്പിക്കുമോ എന്നൊരു എനർജി അറിയാനായിരിക്കാം. അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വേദനിക്കുന്നുണ്ടല്ലോ, അത് എന്റെ തോന്നലാണോ, അതോ ആക്ച്വലി എനിക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വേദനയുണ്ടോ, ഇതിന്റെയൊക്കെ ക്ലാരിറ്റി തേടിയായിരിക്കാം ഒരു പരിധിവരെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തത് അതിനു വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വൂണ്ടുകളായിരിക്കാം ഈ വേദനാജനകമായിട്ടുള്ള ഫീലിങ്സ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ വേദനാജനകമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ആൻസൈറ്റിയും ഡിപ്രഷനുമാണ്. അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് കരച്ചിൽ വരിക, സങ്കടം വരിക. ഓക്കെ, ഈ കൈൻഡ് ഓഫ് എനർജിയിലൊക്കെ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഗൈസ്, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകാനുള്ള താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. ഓക്കെ, നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ അവസ്ഥയിൽ തന്നെയാണ് ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാനുള്ള താക്കോല് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൈൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം ഒരു പരിധിവരെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു ബാലൻസ് കിട്ടിയായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇറ്റ്സെൽഫ് തന്നെ നിങ്ങൾക്ക് ബാലൻസ് തന്നിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇംബാലൻസ്ഡ് എനർജിയിൽ നിന്ന് നിങ്ങളെ ഈ ഒരു ആസ്പെക്റ്റിലേക്ക് കൊണ്ടെത്തിച്ചതും മുന്നോട്ടേക്ക് ജീവിക്കണം എന്നുള്ളൊരു എയിമും അംബീഷനും പാഷനും ഒരു ഉണർവും ഒക്കെ തന്നതും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോകേണ്ടതാണ്, നിങ്ങൾ അതിന് അനുകൂലമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക, ഞാനുണ്ട് കൂടെ എന്നൊരു വൈബ്രേഷൻ, എന്നൊരു ട്രസ്റ്റിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് നിങ്ങളും ഈ ഒരു പേഴ്സണെ ആ ഒരു ട്രസ്റ്റിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല പല ചീറ്റിങ്സ്, ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, അല്ലെങ്കിൽ ഇവൻ നിങ്ങളുടെ വൈഫ്, അല്ലെങ്കിൽ ഇവൻ നിങ്ങളുടെ ഹസ്ബൻഡ്, ഹൂഎവർ ഇറ്റ് ഈസ്, ഇവരൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം മനഃപൂർവ്വം നിങ്ങളുടെ തലയിൽ വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ആക്ഷേപിക്കാനും തള്ളിക്കളയാനും ശ്രമിച്ചപ്പോൾ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു തൂണായിട്ട് അല്ലെങ്കിൽ ഒരു ബലമായിട്ട് നിന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാവിയിലും ഈ കൈൻഡ് ഓഫ് എനർജിയിൽ നിന്ന് തരാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു പേഴ്സണെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ ഒത്തിരി പാടുപെട്ടു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് പല ആവർത്തി നമ്മൾ വിചാരിച്ചു, ഡിറ്റാച്ച് ആയി പോകാമെന്ന് പല ആവർത്തി നമ്മൾ വിശ്വസിച്ചിട്ടും നമ്മളെ കൊണ്ടത് സാധിച്ചില്ല. ഈ ഒരു പേഴ്സൺ ഇടിച്ചു കയറി നമ്മുടെ ബൗണ്ടറീസ് പൊട്ടിച്ചു തകർത്ത് ഇടിച്ചു കയറിയ ഒരു എനർജി. അതായത് എവിടെയൊക്കെയോ നമ്മൾ ആഗ്രഹിച്ച ആള് തന്നെയാണ് ഇതെങ്കിൽ പോലും കയറ്റണ്ട, ഇത് ശരിയാവില്ല എന്നൊരു വിശ്വാസത്തിൽ പലപ്പോഴും നമ്മൾ ഇരുന്നിട്ട് പോലും ആ ഒരു പേഴ്സൺ ഒരു വാം വെൽക്കമിങ്ങോടുകൂടി, നമ്മൾ കൊടുക്കാത്ത ഒരു വാം കമ്മിങ്ങോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റീസ് മാറ്റി നമുക്കൊരു ബാലൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വൈബ്രേഷൻ ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓവറോൾ ഫ്യൂച്ചർ വൈബ്രേഷനിൽ ഡേ ബൈ ഡേ നിങ്ങളുടെ വൈബ്രേഷൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലും മേ ബി ഈ ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ
അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് അട്രാക്ഷൻ ബാലൻസ്ഡ് ആയിട്ടിരിക്കും. ടെമ്പറൻസ് എനർജി എന്ന് പറഞ്ഞാൽ ബോത്ത് സൈഡ് ബാലൻസ്ഡ് എനർജിയാണ്. കണ്ടോ, മൂൺ എനർജി, സൺ എനർജി. അപ്പോൾ അത് ഒരു ബാലൻസ്ഡ് വൈബ്രേഷനിൽ നിയർ ഫ്യൂച്ചറിലും ബാലൻസ്ഡ് വൈബ്രേഷനിൽ കാണുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ മെന്റലി ആയിരിക്കാം, ചിലപ്പോൾ കൈൻഡ് ഓഫ് ഫിസിക്കലി ആയിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിവാർഡ്സ് നിങ്ങൾക്ക് തരും എന്നും ഈ വൈബ്രേഷനിൽ കാണിക്കുന്നുണ്ട്. അതായത് ഓവറോൾ നിങ്ങളുടെ ജീവിതത്തിൽ മേ ബി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജസ്റ്റിസ്, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നടന്നു എന്നൊക്കെ പറയില്ലേ, അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു എനർജിയാണ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സോഴ്സ് ഓഫ് എനർജിയാണ് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണിൽ നിന്ന് നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സേഫ് ആക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ബോത്ത് എബ്രോഡ് പോകാനുള്ളതോ അവിടെ ഒരുമിച്ച് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മേ ബി ഇവിടുത്തെ സഫോക്കേറ്റഡ് റിലേഷൻഷിപ്പിൽ നിന്ന് പൊട്ടിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറി നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ആ ഒരു ഇമോഷൻസ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ പരിചയപ്പെടുന്നത്. ആഫ്റ്റർ ദാറ്റ് കൈൻഡ് ഓഫ് ലിവിങ് ടുഗദർ എനർജി നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. ഈ ഒരു പേഴ്സൺ എപ്പോഴും റെഡിലി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ അവൈലബിൾ ആയിട്ടുള്ള എനർജിയിലായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇവരെ കയറ്റാത്ത ഒരു രീതിയിൽ അവർ നിങ്ങളുടെ ബൗണ്ടറി പൊട്ടിച്ചു വന്നുവെങ്കിലും നിങ്ങളുടെ ഫ്രീഡം ദ മോസ്റ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയും ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കുക. കൈൻഡ് ഓഫ് എ സ്പിരിച്വലി വൈബ്രേറ്റഡ് എനർജി ഉള്ളൊരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ നമ്മളുമായിട്ട് വളരെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മളും അവരും മാത്രമായിട്ടുള്ള സമയങ്ങൾ എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിലും നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടി ഒരു കെയറിങ്, ഒരു നർച്ചറിങ് സോണിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷനിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, രണ്ടുപേരും പരസ്പരം മറ്റൊരാൾ കുഴിയിൽ ചാടാതിരിക്കാൻ ബൗണ്ടറീസ് വെക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾക്കും റെസ്പെക്റ്റ് ഉണ്ട്, രണ്ടുപേരും മ്യൂച്വൽ റെസ്പെക്റ്റിലൂടെ മുന്നോട്ട് പോകുന്നു, രണ്ടുപേരുടെ എനർജിയിലും ഗ്രോത്ത് ഉണ്ടാകണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നു. കൈൻഡ് ഓഫ് ഒരു ഹാർമോണിയസ് സിറ്റുവേഷൻ ആണ്. കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്നാലേ അവർക്കും പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ടാവും, അവർ പോസിറ്റീവായിട്ടിരുന്നാലേ നിങ്ങൾക്കും പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ടാവും എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ആൻഡ് ബോത്ത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കരിയർ നന്നാവണം, ഇവരുടെ കരിയർ നന്നായിരിക്കണം, ഇതിങ്ങനെ തന്നെ ഇതങ്ങ് മുന്നോട്ട് പോകണം എന്ന് വിഷ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. ആൻഡ് ഈക്വലി രണ്ട് സൈഡിൽ നിന്നും സ്നേഹം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരിക്കലും നിങ്ങളുടെ സ്നേഹം കൂടുതലാണ് അവരുടെ സ്നേഹം കുറവാണെന്നല്ല, ബാലൻസ് ചെയ്തു പോകാനാണ് താല്പര്യപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങൾ രണ്ട് ഡിഫറെന്റ് കരിയറിലായിരിക്കാം, യാദർച്ഛികമായിട്ട് കണ്ടുമുട്ടിയതായിരിക്കാം, ചിലപ്പോൾ മേ ബി നിങ്ങൾ എക്സ്ട്രാ മെറിറ്റൽ കൈൻഡ് ഓഫ് എനർജി നിൽക്കുന്നതായിരിക്കും, പല സ്ഥലത്തും പലയിടത്തും വെച്ച് നിങ്ങൾ യാദർച്ഛികമായിട്ട് കണ്ടുമുട്ടാൻ യൂണിവേഴ്സ് അവസരം നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ കാണാൻ ഇടയാകും. ഒന്നുകിൽ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ ഇപ്പൊ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണാൻ ഇടയാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് പുറത്ത് പോകാനും, നിങ്ങളുമായി ഭക്ഷണം കഴിക്കാനും, നിങ്ങളുമായി മേ ബി പാർക്ക് സോണിൽ പോകാനും, ഇപ്പൊ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം, അങ്ങനെയാണെങ്കിൽ ഒരു ഡേറ്റ് കൈൻഡ് ഓഫ് എനർജി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി വേറൊരു ഡിസ്ട്രിക്റ്റിൽ വെച്ചെങ്കിലും കാണാൻ വേണ്ടി ഈ ഒരു പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ വൈബ്രേഷൻ നല്ലതായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ ഇച്ചിരി ഡള്ളായിരിക്കാം, ബട്ട് ഫ്യൂച്ചറിൽ നിങ്ങളുടെ വൈബ്രേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ തമ്മിൽ ഈഗോ കളിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് തമ്മിൽ ദേഷ്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വിളിച്ചില്ലെങ്കിൽ മറ്റൊരാൾ വിളിക്കില്ല എന്ന രീതിയിലുള്ള വാശിയും അടംപിടുത്തവും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഇപ്പോൾ നിങ്ങളൊരു ചൈൽഡ് സോണിലാണ് ഇരിക്കുന്നതെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾ വളരെയധികം മെച്ചുവർ ആയിട്ടുള്ള സെൽഫ് റെസ്പെക്ട് ഉള്ള, അല്ലെങ്കിൽ മ്യൂച്വലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉള്ള ഒരു സോണിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കുട്ടിക്കളി, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ യാദർച്ഛികമായിട്ട് ഈ ഒരു റീഡിംഗ് കണ്ടു നിങ്ങൾ ഒരു ക്രഷ് എനർജി അല്ലെങ്കിൽ ഒരു ടൈം പാസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ദിസ് ഇസ് ദ വൺ എന്നൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ എനർജിയിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാരി ചെയ്തേക്കാം. അതുപോലെ ഓരോ സമയത്തും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പാത്ത് എന്താണെന്നും, നിങ്ങൾ എവിടെ നിന്ന് വന്നതാണെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്നും, സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നതെന്നും ഡേ ബൈ ഡേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
എൻ്റെ അത് പഠിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നിങ്ങളെ മനസ്സിലാക്കാനാണ്. എനിക്ക് തോന്നുന്നത് നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ ടോട്ടലി നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ഏതുവരെ ദേഷ്യപ്പെടുമെന്നും അല്ലെങ്കിൽ ഏതുവരെ കരയുമെന്നും അങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങളെക്കുറിച്ചൊരു ഔട്ട്ലുക്ക് ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് നിങ്ങളുടെ അടുത്ത് പെരുമാറാനും അതനുസരിച്ച് ആ ഒരു പേഴ്സന്റെ നേച്ചർ കാമാക്കാനും ശ്രമിക്കുന്നത് പോലുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെ ഇപ്പൊ തൽക്കാലം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഭാവിയിൽ ഈ ഒരു പേഴ്സൺ വളരെ നന്നായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് പോലത്തെ എനർജി മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തുടക്കത്തിൽ പരിചയപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കില്ല കുറെ കൂടി കഴിയുമ്പോൾ ആ ഒരു ഫ്യൂച്ചർ എനർജിയിൽ. കാരണം ആ ഒരു പേഴ്സൺ കൈൻഡ് ഓഫ് അവേക്കനിങ് സോണിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ആ ഒരു പേഴ്സൺ സ്പിരിച്വൽ വൈബ്രേഷനിലാണെങ്കിൽ മേ ബി ഫ്യൂച്ചറിൽ കുറച്ചും കൂടി മനസ്സിലാക്കുന്ന, കുറച്ചും കൂടി കാം എനർജി ഉള്ള, കുറച്ചും കൂടി നിങ്ങൾക്ക് അവസരം തരുന്ന, നിങ്ങൾ എന്താണ് എന്ന് പ്രോപ്പറായി മനസ്സിലാക്കുന്ന, മേ ബി നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ നിങ്ങൾ അറിയാമെന്ന പോലുള്ള അത്രത്തോളം പേഴ്സണലി നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സോണിലേക്ക് ഈ ഒരു പേഴ്സൺ മാറും. ആൻഡ് ട്രൂലി നിങ്ങളൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് മെറ്റീരിയൽ ആണ് എന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വിശ്വസിച്ച് തുടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ആൻഡ് ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഇവരെ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ഫ്യൂച്ചറിൽ ഈ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യാനുള്ള, നിങ്ങളുടെ കൂടെ കൈപിടിച്ച് നടക്കാനുള്ള ഒരു എനർജിയിലേക്ക് വീഴുന്നതായി കാണുന്നുണ്ട്. ഏറെക്കുറെ ആൾക്കാർക്ക് ഇപ്പോഴേ ഈ ഒരു എനർജി കിട്ടി തുടങ്ങിയെങ്കിലും നിയർ ഫ്യൂച്ചറിലും ഈ കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് കാണുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി പാസ്റ്റിൽ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ കൈൻഡ് ഓഫ് എനർജീസിൽ നിന്നൊക്കെ ഈ പേഴ്സൺ, അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ട്രാൻസ്ഫോർമേഷനും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ഫ്യൂച്ചർ വൈബ്രേഷനിൽ മേ ബി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഡിറ്റാച്ച് ആയിട്ട് നമ്മുടെ വർത്ത് എന്താണെന്നും അല്ലെങ്കിൽ ഹൗ മച്ച് നമ്മൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു എന്നും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബോധം അനുസരിച്ച് ചിന്തിക്കാൻ ഈ ഒരു പേഴ്സണെ യൂണിവേഴ്സ് തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത്. അപ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ആരായിരുന്നു നമുക്ക് ശരി എന്നുള്ള എനർജി കുറച്ചും കൂടി ഒന്ന് ഈ പേഴ്സണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു എനർജി. അതായത് നമുക്ക് ഉൾവിളി എന്നൊക്കെ പറയില്ല, ഇതായിരുന്നു അല്ലേ ശരി, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോയാൽ മതിയായിരിക്കും എന്നൊരു തോട്ട് പോലെ യൂണിവേഴ്സ് തന്നെ പലപ്പോഴും ഈ ഒരു പേഴ്സണെ ഗൈഡ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കും. കാരണം ഓരോ ദിവസവും ഈ പേഴ്സണെ കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേറ്റീവ് എനർജിയിലാണ് നിർത്തുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നല്ലൊരു കരിയർ കിട്ടുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണ് കിട്ടുന്നില്ലായിരിക്കാം. അതിന്റെ റീസൺ ജെനുവിൻലി നിങ്ങളെ മനസ്സുകൊണ്ട് എപ്പോഴായിരിക്കും അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്, അപ്പോഴായിരിക്കും മേ ബി അവരുടെ ലൈഫ് കുറച്ചും കൂടി സ്റ്റേബിൾ ആകാൻ പോകുന്നത്, അപ്പോഴായിരിക്കും അവരുടെ വൈബ്രേഷൻ എന്താണെന്ന് അവർ തന്നെ മനസ്സിലാക്കുക. അതുവരെ ഒരു ഓഫ് മോഡിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ടായിരിക്കാം. ഇഫ് നിങ്ങൾക്ക് വില തരുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ എനിക്ക് തോന്നുന്നു കരിയറിലും ബാക്കി കാര്യങ്ങളിലും ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾക്ക് അത് തരുന്നില്ല എങ്കിൽ, നിങ്ങളുടെ പേഴ്സന്റെ കരിയർ ബ്ലോക്ക് ആണെങ്കിൽ, ആ ഒരു പേഴ്സൺ ആ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റേജിലേ എത്തിയിട്ടുള്ളൂ. ഇനിയും ആ ഒരു പേഴ്സൺ ആ ഒരു ഫ്യൂച്ചർ സോണിലേക്ക് കയറാൻ പോവുകയാണ്, അല്ലെങ്കിൽ കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേ ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് ഓരോ ആൾക്കാർക്കും ഓരോ എനർജി ആയിരിക്കും. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ലക്കി കൈൻഡ് ഓഫ് എനർജി ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളുടെ ഫീലിങ്സ് സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ അബണ്ടന്റ് ആണ്, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ എനർജിയിലാണ് നിൽക്കുന്നത് ടുവേർഡ്സ് ഹിം ഓർ ഹർ, എങ്കിൽ അവർക്ക് ഗുണമുണ്ടാവും. പക്ഷെ നിങ്ങൾ ഡിപ്രസ്ഡ് എനർജിയിലും സങ്കടപ്പെട്ട എനർജിയിലും ആണ് നിൽക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഒത്തിരി മോശപ്പെടുത്തിയാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ അവർക്കും ആ ഒരു കൈൻഡ് ഓഫ് കർമ്മ ഹിറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങളുടെ എനർജി ഡിസ്റ്റർബൻസും അവരുടെ ജീവിതത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഇതിപ്പോ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആണോ ഈ ഒരു പേഴ്സൺ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ക്ലോസ് ആയിട്ട് അറിയുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ ഈ ഒരു പേഴ്സൺ ആക്സസ് വേണം, നിങ്ങളിൽ ഈ ഒരു പേഴ്സണ് കൺട്രോൾ വേണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തീരുമാനിക്കുന്നത് പോലെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഈ ഒരു പേഴ്സണ് വോയിസ് വേണം എന്ന് ഈ പേഴ്സൺ അതിയായി ആഗ്രഹിക്കുന്നു. അത് കെയറിങ് നർച്ചറിങ് എനർജി ആയിരിക്കാം. ബട്ട് നിങ്ങളിൽ ഒരു അവകാശം, ഒരു അധികാരം ഈ ഒരു പേഴ്സണ് ചെലുത്താൻ സാധിക്കണം എന്നുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഈ പേഴ്സന്റെ എനർജിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണ്
പിന്നെയും പിന്നെയും ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യാനുള്ള സമയം ലഭിക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള എനർജി ലഭിക്കണം എന്ന് ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് പോസിറ്റീവ് ഔട്ട്കം കിട്ടുകയുള്ളൂ എന്ന് പതിയെ പതിയെ അവർക്ക് മനസ്സിലായി തുടങ്ങും. ഓക്കെ, ഈവൻ ഈ ഒരു പേഴ്സൺ നമ്മളോട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ നെഗറ്റീവ് ഇമോഷൻസ് തുടക്കത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ ഇതിന് പ്രായച്ചിത്തം ചെയ്യാനുള്ള വൈബ്രേഷൻ ഉണ്ട് എന്നും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സോ മച്ച് ഇൻ ലവ് കൈൻഡ് ഓഫ് എനർജിയിൽ ഫ്യൂച്ചറിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഈവൻ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്ത്, അത് റെക്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കൈൻഡ് ഓഫ് എനർജിയിൽ ഈ ഒരു പേഴ്സൺ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് ഏറെക്കുറെ ഈ ഒരു റിലേഷൻഷിപ്പ് അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ നിങ്ങൾ ലോൺലി എനർജിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ലോൺലി എനർജിയിലായിരിക്കും നിന്നിട്ടുണ്ടായിരിക്കുക. ആഫ്റ്റർ ദാറ്റ് ആണ് ഈ ഒരു കണക്ഷൻ നിങ്ങളെ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടാക്കും, ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരും. അതുപോലെ നിങ്ങളുടെ ഈ ഒരു മേ ബി ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ ആ ഒരു സർവൈവൽ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയില്ലേ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഡിഫിക്കൽട്ട് ആയി തോന്നിയിട്ടുണ്ടായിരിക്കാം. ബിക്കോസ് നിങ്ങൾ എപ്പോഴും മോസ്റ്റ് ഓഫ് ഒറ്റപ്പെട്ട ഒരു സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരു എനർജിയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഒരു സർവൈവൽ എന്നത് ഭയങ്കര പ്രശ്നമായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ എപ്പോഴും സോഷ്യൽ ബട്ടർഫ്ലൈ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഈ പേഴ്സൺ കുറച്ച് ഈസി ആക്കി തരുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ മേ ബി ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ത്രൂ ഭയങ്കരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഭാവിയിൽ സോഷ്യൽ മീഡിയ വഴി ഈ ഒരു പേഴ്സണുമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മേ ബി സോഷ്യൽ മീഡിയ ആയിരിക്കാം ഈ ഒരു പേഴ്സണുമായിട്ട് സംസാരിക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് കോളും മെസ്സേജും അല്ല, സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് എന്ന കൈൻഡ് ഓഫ് എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ ഗൈസ്, സോഷ്യൽ മീഡിയ അല്ല, കുറച്ചും കൂടിയൊക്കെ നേരിട്ട് പോയി മനസ്സിലാക്കി കണ്ട് അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇച്ചിരി കൂടി ശ്രമിക്കുക. ഫുൾ ഓഫ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കാതിരിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഇമോഷൻസ് നല്ലതാണ്, പക്ഷെ ഈ ഒരു പേഴ്സണെ ഒരിക്കലെങ്കിലും നിങ്ങൾ നേരിട്ട് കാണേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള എനർജി അലൈൻമെന്റിൽ ഈ ഒരു പേഴ്സണെയും കൂടി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്ര ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ മീറ്റ് ചെയ്യണം. ആ ഒരു പേഴ്സൺ ഓൾറെഡി മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും നിങ്ങളും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇഫ് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ബ്ലോക്കേജ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് കാണുന്നുണ്ട്. പിന്നെ മുൻപൊക്കെ ഈ ഒരു പേഴ്സൺ നമ്മളെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മളാണ് മീറ്റ് ചെയ്യാതെ ബ്ലോക്കേജസ് ഇട്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ബ്ലോക്കേജസ് ഇടുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യേണ്ട എന്നൊരു എനർജിയിൽ ആ പേഴ്സൺ പ്രതിസന്ധികളും ബ്ലോക്കേജസും ഉണ്ടാക്കുന്നു എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷൻ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതിന്റെ ഒരു പരിധിവരെയുള്ള റീസൺ നമ്മൾ അന്ന് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ അന്ന് ചെയ്തു പോയിട്ടുള്ള ബ്ലോക്കേജ് കൈൻഡ് ഓഫ് എനർജി ആയിരിക്കാം എന്നും ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സന്റെ വൈബ്രേഷൻ എന്താണ്, സോഡിയാക് സൈൻസ് എന്താണെന്ന് നോക്കാം. ചിൽസ് പ്ലീസ് ഗൈഡൻസ്. സോഡിയാക് സൈൻ എനർജി ഏരിസ്, ലിയോ, സജിറ്റേറിയസ് കൈൻഡ് ഓഫ് ഫയർ എനർജി. ഏസ് ഓഫ് വാൻഡ്സ് കാർഡ് വന്നിട്ടുണ്ട്. പ്ലീസ് ഗൈഡൻസ്. ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, വാട്ടർ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സജിറ്റേറിയസ് എനർജി നല്ല ഹൈ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ വെർഗോ, എർത്തിലെ വെർഗോ എനർജിയും കാണുന്നുണ്ട്. ഒന്നുകിൽ ഇത് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെയോ സോഡിയാക് സൈൻസ് ആയിരിക്കാം. ഈവൻ അത് ഇത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ഫർദർമോർ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി വേണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് താഴെ കാണിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും വാട്സാപ്പിൽ കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരെയും ബൈ ബൈ, ലവ് യു ആൾ.